കേന്ദ്ര സർക്കാർ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താനായി ചില നീക്കങ്ങൾ നടത്തിയത് ഫലം കണ്ടിരുന്നു. ഗോതമ്പിന്റെ വില ഉയർന്നപ്പോൾ കേന്ദ്രം പുറത്തിറക്കിയ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ തന്നെ വിൽപ്പന നടത്തിയ ഒരു ഗോതമ്പ് പൊടി ആട്ടയായിരുന്നു ഭാരത് ആട്ട. ഒപ്പം തന്നെ ഭാരത് ദാൽ. ഇവ രണ്ടും നിലവിൽ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്കാണ് വിതരണം ചെയ്യുന്നത്. ഭാരത് ആട്ടയുടെ വില 27 രൂപ 50 പൈസയാണ് ഒരു കിലോയ്ക്ക്. ഒപ്പം തന്നെ പരിപ്പിന്റെ വില 60 രൂപയാണ്. ഇപ്പോൾ ഇതിന് പിന്നാലെ വലിയൊരു വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഭാരത് അരി 25 രൂപയ്ക്ക് 1 കിലോ അരി നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എത്തിയിരിക്കുന്നു. നമുക്കറിയാം, വിപണിയിൽ ഇപ്പോൾ 43 രൂപ മുതലാണ് 1 കിലോ അരിയുടെ വില എത്തുന്നത്. അവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി, അതായത് ഭാരത് ആട്ട വിപണിയിൽ എത്തിച്ചത് മൂലം ഗോതമ്പിൻ്റെ വില ഉയരുന്നത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഭാരത് ദാൽ ഇറക്കിയത് മൂലം പരിപ്പിൻ്റെ വിലയും പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഭാരത് അരി എത്തിയിരിക്കുന്നു 25 രൂപ 1 കിലോ അരിക്ക്. വിപണിയിൽ അരിയുടെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൊണ്ടുവരുന്നത്. ഈ അരി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നത്. ഒപ്പം തന്നെ നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അല്ലെങ്കിൽ നാഫെഡ്, കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ, ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ, ഇതുവഴിയൊക്കെ ഈ അരിയുടെ വിതരണം ഉണ്ടാകും. ഏതായാലും ഇതൊരു വലിയ നീക്കം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കുറഞ്ഞ രൂപയ്ക്ക് അരി കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അരിവില പിടിച്ചു നിർത്താൻ കഴിയും എന്ന് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി അവരുടെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിലെ പിടിച്ചു നിർത്താനുള്ള നടപടിക്രമങ്ങളുമായി മുൻപോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുന്നു. ഏതായാലും ഒരു വലിയ പ്രഖ്യാപനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.